നാളേക്ക് നീ കേൾക്കുന്ന പറ്റി ഉന്നോടിയത് നാളേക്ക് നമ്മുടെ ശബരിമല ശാസ്താവിനൊപ്പം കേരള ലോകവും കേട്ടു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രമെന്ന്. മോഹൻലാൽ തന്റെ ഇച്ഛാക്കയ്ക്ക് വേണ്ടിയാണ് മല ചവിട്ടി ഉഷപൂജ കഴിപ്പിച്ചത്. ഗൂഗിളാനന്തര കേരളീയർ ആ വാർത്ത കേട്ട് അന്തമിട്ട് അതിശയ പരവശരായത് പോങ്ങൻ തീർച്ചയായിട്ടും കണ്ടു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പോങ്ങനെ പോലുള്ള പുരാതന കേരളീയർ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിക്കാത്തതുപോലെയാണ് ആ ഉഷപൂജ വാർത്ത ആസ്വദിച്ച് ആനന്ദിച്ചത്. കാരണം അവർ പരസ്പരം വെച്ച് പുലർത്തുന്ന സ്നേഹ സാഹോദര്യം അറിയാവുന്നവരാണല്ലോ ഞങ്ങൾ പുരാതന കേരളീയർ, അല്ലെങ്കിൽ നമ്മൾ പുരാതന കേരളീയർ. എന്തായാലും അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഈ PR ഏജൻസികൾ വിതരണം ചെയ്യുന്ന വൈരാഗ്യവർദ്ധന ഗുളികകൾ വിഴുങ്ങി വളരെ ശത്രുബുദ്ധിയോടുകൂടി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സമീപിക്കുന്ന അവരുടെ വാനര സേനകൾ ഈ ഉഷപൂജ വാർത്ത കേട്ട് സ്തംഭിക്കുകയും സംയുക്തമായി പരസ്പരമുള്ള പരിഹാസ വെടിവയ്പ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഹൻലാൽ നായരായതും സംഖ്യയായതും അതുപോലെ തന്നെ മമ്മൂട്ടി മുസൽമാനായതും സുഡാപ്പിയായതും ഗൂഗിളാനന്തര കേരളത്തിലാണ്. പുരാതന കേരളം ഇരുവരെയും സ്വീകരിച്ച് ആസ്വദിക്കുകയേ ചെയ്തിട്ടുള്ളൂ. വളരെ മത്സര ബുദ്ധിയോടുകൂടി അഭിനയിച്ച് മലയാള പ്രേക്ഷകരെ അവർ രസിപ്പിക്കുകയും ചെയ്തു. ഈ ഫേസ്ബുക്കിന് ഏതാണ്ട് 3 വയസ്സായപ്പോഴാണ് ഹാഷി ഷബു എന്ന് പറയുന്ന സംവിധായകൻ മലയാള ചലച്ചിത്ര ലോകത്ത് ജനിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും 2 മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവരായി മാറുന്നതിന്റെ ആരംഭം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ്. ഹാഷി ഷബുവിന്റെ പിറവി അതുമാത്രമല്ല മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു വിശ്വാസവും പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്കും അതുപോലെ തന്നെ സിഗരറ്റിൽ നിന്ന് കഞ്ചാവിലേക്കും മലയാള സിനിമ അതിന്റെ ലഹരിമാറ്റം തരപ്പെടുത്തിയെടുത്തതും ഹാഷി ഷബുവിന്റെ ജനനത്തോടു കൂടിയാണെന്നാണ് പോങ്ങന്റെ ഉറച്ച ബോധ്യം. പോങ്ങന്റെ ഓർമ്മകൾ അങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ഫേസ്ബുക്കിന് കൃത്യമായും 10 വയസ്സായപ്പോൾ ലഹരി മാഫിയയുടെ പടത്തലവനായിട്ടുള്ള ഹാഷി ഷബു തന്റെ സുടുപ്പണം കൊണ്ട് പുല്ലുപുകയ പടയെ മുൻനിർത്തി ഒരു ശപഥ സിനിമ ചെയ്തു. പ്രതികാര ശപഥ സിനിമ. ശപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പാഞ്ചാലി മോഡൽ ശപഥം. അതായത് തന്നെ അപമാനിച്ച ദുശാസനന്റെ മാറു പിളർന്നെടുത്ത രക്തത്തിൽ കഴുകിയേ സ്വന്തം മുടി കെട്ടു എന്ന് പ്രതിജ്ഞ എടുത്ത ആളായിരുന്നല്ലോ ശ്രീമതി പാഞ്ചാലി. പോങ്ങൻ ആ സംഭവത്തിന് ദൃക്സാക്ഷ്യം വഹിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അത്രമാത്രം ഉറപ്പിച്ചു പറയുന്നത്. നിങ്ങൾക്കതൊരു കഥയാണെങ്കിൽ പോങ്ങൻ അതിന് ദൃക്സാക്ഷ്യം വഹിച്ചവനാണ്. അത്ര ഊർജത്തോടു കൂടിയാണ്, അത്ര വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ്, അത്ര പകയോടുകൂടിയാണ്, അത്ര ഉറപ്പോടുകൂടിയാണ് പാഞ്ചാലി ശപഥമെടുത്തത്. പാഞ്ചാലിയുടെ അതേ ടൈപ്പ് മൂച്ചിന് തന്നെ തല്ലിയവനെ തിരിച്ചു തല്ലിയിട്ടേ തന്റെ കാലിൽ ചെരുപ്പിടൂ എന്ന് വിൻസെന്റിന്റെ മകനായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് വിൻസെന്റിന്റെ മകനായിട്ടുള്ള മഹേഷ് വിൻസെന്റ് വളരെ പ്രതികാരദാഹത്തോടുകൂടി ശപഥം ചെയ്ത് പുരുഷ പാഞ്ചാലിയാവുന്നതാണ് ഈ ഹാഷി ഷബു സുടുപ്പണം കൊണ്ട് ആദ്യമായി നിർമ്മിച്ച സിനിമയുടെ കഥ. മഹേഷ് വിൻസെന്റ് എന്ന പുരുഷ പാഞ്ചാലിയുടെ പ്രതികാര ശപഥ കഥ, ആ കഥ ചമയ്ക്കാൻ ഹാഷി ഷബുവിന് വേണ്ടി വ്യാസനായത്. ഭർത്താവ് ഉദ്യോഗത്തിന്റെ ഭാഗമായി പുഷ്കരോ നാട്ടു നടപ്പാണ്, പുഷ്കരോ ചെയ്ത് ഭാര്യയെ പ്രസവിപ്പിച്ച ഒരാളുടെ പുത്രനാണ് ഈ ഹാഷി ഷബുവിന് വേണ്ടി വ്യാസനായത്. ഹാഷി ഷബുവിന്റെ വ്യാസനോ അതല്ലെങ്കിൽ ആ പ്രതികാര കഥ അല്ലെങ്കിൽ ആ ശപഥ പ്രതികാര കഥ സംവിധാനിച്ച ബ്രില്യൻസ് പോത്തനോ, 2 പേർക്കും ഇവിടെ പ്രസക്തിയില്ല, യാതൊരു പ്രസക്തിയുമില്ല. പ്രസക്തമായിട്ടുള്ള സംഗതി മറ്റൊന്നാണ്. അതായത് ഫേസ്ബുക്ക് ജനിച്ച് സൂക്ഷം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹാഷി ഷബുവിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആ പുരുഷ പാഞ്ചാലിയുടെ പ്രതികാരം, ആ പ്രതികാരമാണ് മോഹൻലാലിനെ നവമാധ്യമ ജീവികൾക്ക് മുന്നിൽ ഈ സവർണ ഹിന്ദുവായും അതുപോലെ തന്നെ വർഗീയവാദി സംഖ്യയായും അടയാളപ്പെടുത്തിയത്. അതുമുതലാണ് ഒരു 2016 കാലത്ത് അതുമുതൽ ഇങ്ങോട്ടേക്കാണ് വ്യാപകമായിട്ട് ഇത് സംഭവിച്ചു തുടങ്ങിയത്. അച്ഛൻ അമ്മയ്ക്കുമേൽ പുഷ്കരോ ചെയ്ത് പുറത്തിറക്കിയ ആ പുഷ്കരപുത്രനും സംഘവും നിർമ്മിച്ച ബോറലു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ പോലും മോഹൻലാലിനെ പുഷ്കരപുത്രൻ അപഹസിക്കുന്നുണ്ട്, വളരെ നീചമായി അപഹസിക്കുന്നുണ്ട്. അതും പമ്പാവാസൻ എന്ന പേരിൽ ശബരിമല തീർത്ഥാടകരെ കളിയാക്കുന്ന നിലയിൽ കറുത്ത വസ്ത്രവും കുറിയുമിട്ട, കുറി മാത്രമേ ഉള്ളോ മാലയുണ്ടോ എന്നുള്ള കാര്യം പോകാൻ അറിയില്ല, ഉണ്ടെങ്കിൽ അതും കുറിയും മാലയുമൊക്കെയായി പുഷ്കരപുത്രന്റെ കഥാപാത്രം സ്ഥാനത്തും അസ്ഥാനത്തും മോനെ മോനെ അങ്ങനെ ഒരു വിളി സിനിമ കണ്ടവർക്കറിയാം. അങ്ങനെ ഒരു വിളിയുമായി മോഹൻലാലിനെ വളരെ ആത്മാർത്ഥമായി അധിക്ഷേപിക്കുന്നുണ്ട്. 2016 ഇറങ്ങിയ സിനിമ മുതൽ 2024 ഇറങ്ങിയ ഈ ബോറലു എന്ന് പറയുന്ന സിനിമ വരെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 8 വർഷം, 8 വർഷം
ഇത്ര വലിയ പക കൊണ്ടു നടക്കണമെങ്കിൽ ഈ നാറികളുടെ, ഈ മഹാനാറികൾ എത്രത്തോളം വെറുപ്പാണ് മോഹൻലാലിനോട് വെച്ച് പുലർത്തുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. എന്തായാലും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തമ്മിൽ അടുപ്പിച്ചതിൽ ഈ മാതൃഭോഗികൾക്കുള്ള പങ്ക് തീർച്ചയായിട്ടും ചില്ലറയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡാപ്പികൾ ആദ്യം ഇവരുടെ സ്വാധീനത്തിൽ പെട്ടുപോയി. മോഹൻലാലിനെ അവർ ഏറ്റെടുത്ത് അധിക്ഷേപം നടത്തിക്കൊണ്ടേയിരുന്നു. അതിനോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് പിന്നീട് സംഘികൾ മത്സരിച്ച് തിരിച്ച് ആക്രമണം തുടങ്ങിയത്, പരിഹാസാക്രമണം തുടങ്ങിയത്. രണ്ടും നല്ലതാണ് എന്നുള്ളൊരു പക്ഷമില്ല. പക്ഷേ തുടക്കമിട്ടത് സുഡാപ്പിയാണ് എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ ഇപ്പോൾ എനിക്ക് നടത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കടുത്ത മോഹൻലാൽ വിരുദ്ധരിൽ അല്ലെങ്കിൽ മോഹൻലാൽ വിരോധികളിൽ ഒരുവനായിട്ടുള്ള ആ പുഷ്കരപുത്രൻ, പമ്പാവാസൻ എന്ന പേരിൽ അവതരിപ്പിച്ച ശബരിമല തീർത്ഥാടകരെ കളിയാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം ഇപ്പോൾ ഓർത്തുകൊണ്ട് പോകുന്നൊരു കാര്യം പറയാം. മല കയറി പമ്പാവാസനെ കണ്ട് തന്റെ ഇച്ഛാക്കയ്ക്ക് വേണ്ടി ഉഷപൂജ കഴിപ്പിച്ച മോഹൻലാലിന്റെ പ്രവൃത്തിയും മനോഭാവവും ഈ പോങ്ങന് നൽകുന്ന ചില തിരിച്ചറിവുകളും ജീവിത പാഠങ്ങളുമൊക്കെയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ തിരിച്ചറിവിൽ നിന്ന് തന്നെ പോങ്ങൻ ആത്മാർത്ഥമായി പറയുകയാണ്, ഞാനിനി മോഹൻലാലിന്റെ ഇച്ഛാക്കയെ സുഡൂട്ടി എന്ന് വിളിക്കില്ല, ഒരിക്കലും വിളിക്കില്ല. പുല്ലുപുകയരായിട്ടുള്ള പുഷ്കരപുത്രന്മാരുടെയും സുഡുബാധിത ലഹരി മാഫിയയുടെ പടത്തലവനായിട്ടുള്ള ഹാഷിഷ് അബുവിന്റെയും ഓന്റെ കൂട്ടാളികളുടെയും ഒക്കെ സിനിമാ പ്രവർത്തനങ്ങളുടെ സ്വാധീന ശക്തിക്ക് ഇരപ്പെട്ട് മോഹൻലാലിനെ സംഘിവിളി കൊണ്ട് അധിക്ഷേപിച്ച നരനാറികൾക്കുള്ള മറു പരിഹാസം മാത്രമായിരുന്നു സുഡൂട്ടി എന്ന് പറയുന്ന എന്റെ അധിക്ഷേപ വിശേഷണം. മോഹൻലാലിനെ നിരന്തരം സംഘി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച, അത് നേരത്തെ പറഞ്ഞ ഇവന്മാരുടെയൊക്കെ സ്വാധീനം കൊണ്ടാണെങ്കിൽ പോലും അത്തരം സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ട് മോഹൻലാലിനെ നിരന്തരം സംഘി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് പരിഹാസ വേട്ട നടത്തിയ സുഡുക്കളോടുള്ള പ്രതികരണമായിട്ട് പോങ്ങൻ അദ്ദേഹത്തെ സുഡൂട്ടി എന്ന് വിളിച്ചതാണെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ, ഇനി അവസരം കിട്ടിയില്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയെടുത്ത് ലാലിനെ ചീത്ത വിളിക്കുന്ന നമ്മുടെ സുഡുബാധിതർ ഇന്ന് ലാലിനെ ചീത്ത പറയുന്നതായും പോങ്ങൻ കണ്ടില്ല ഒരിടത്തും. മിക്ക ചാനലിൻ്റെയും കമന്റ് ബോക്സുകളിൽ പോങ്ങൻ നോക്കിയിരുന്നു. എല്ലായിടത്തും സുഡുനാമധാരികൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ലാലിനെ കൈകാര്യം ചെയ്തത്. അല്ലെങ്കിൽ ലാൽ വിരോധികളായിട്ടുള്ള സുഡുബാധിതർ ഇന്ന് മൗനം പാലിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം, എന്തായാലും സന്തോഷം. മമ്മൂട്ടിയും മോഹൻലാലും പ്രതിഭാശാലികളായിട്ടുള്ള അഭിനേതാക്കൾ മാത്രമാണ്. അവരെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നുഖത്തിൽ കൊണ്ടുപോയി കെട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ നുഖത്തിൽ കൊണ്ടുപോയി കെട്ടാതിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ നുഖത്തിൽ കൊണ്ടുപോയി അവരെ കെട്ടാതിരിക്കുക. വളരെ കാലമായി, ദീർഘനാളായി നമ്മളെ രസിപ്പിക്കുന്ന രണ്ടു മനുഷ്യരാണവർ. പ്രായമോ അനാരോഗ്യമോ സൗന്ദര്യ ശോഷണമോ ഒന്നും അവരുടെ ആരുടെയും കുറ്റമല്ല. അതിന്റെ പേരിൽ അവരെ ആരെയും നമ്മൾ ആരും വിമർശിക്കുകയും അരുത്. തീർച്ചയായിട്ടും പ്രായം നമ്മളെയും ബാധിക്കും, നമ്മുടെ ആരോഗ്യവും കെട്ടുപോകും, മുടിയും പല്ലുമൊക്കെ നമ്മുടേതും കൊഴിയും. ആകാവുന്ന കാലത്തോളം മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ അവരവരുടെ തൊഴിലെടുത്ത് നമ്മളെ രസിപ്പിച്ച്, നമ്മളെ ചിന്തിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിക്കട്ടെ. മോഹൻലാൽ പേടികൂടാതെ ക്ഷേത്രങ്ങളിലും, മമ്മൂട്ടി വിമർശനങ്ങൾ കേൾക്കാതെ പള്ളിയിലുമൊക്കെ അങ്ങോട്ട് പോട്ടെ. ഒരു പരിധി കഴിഞ്ഞ് പ്രായമാകുമ്പോൾ മനുഷ്യർ ആത്മീയവാദികളായി പോവും. വിപ്ലവകാരികൾ പോലും, നക്സലേറ്റുകൾ പോലും ഭക്തിയിലേക്ക് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഖവാസികളായിരുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ പ്രായത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പസ്വല്പം ആത്മീയവാദികളാവും, ഭക്തരായി മാറും, വിശ്വാസികളായി പോവും, അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും. സ്വാഭാവികം മാത്രമാണ്. അതിനെ അനുവദിക്കുക, അതിനെ വിമർശിക്കാതിരിക്കുക, എതിർക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക. ഒരുപക്ഷെ അവർക്കൊക്കെ അവരുടെ വാർദ്ധക്യം ശരീരത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ വാർദ്ധക്യത്തെ മറച്ചു പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിടുക. ഹാഷിഷ് അബുമാരുടെയും പരിഹാസമൂർത്തിയായിട്ടുള്ള പുഷ്കരപുത്രന്മാരുടെയും ഒക്കെ വിരോധബുദ്ധിയുടെ സ്വാധീനത്തിൽപ്പെട്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ നമുക്ക് അധിക്ഷേപിക്കാതിരിക്കാം. ഇന്നത്തെ യുവ സൂപ്പർതാരമായിട്ടുള്ള നസ്ലിൻ ഒരു 30 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇരിക്കുകയില്ല എന്ന് പറയുന്ന ബോധം ഗൂഗിളാനന്തര കേരളത്തിലേക്ക് പറന്ന പീക്കിരി കുട്ടികൾക്ക് ഉണ്ടാവണം. നസ്ലിൻ്റെ പല്ല് പോകും, നസ്ലിൻ്റെ മുടി കൊഴിയും. ഒരുപക്ഷെ നസ്ലിൻ 30 വർഷം കഴിയുമ്പോൾ ഈ മേഖലയിൽ ഇതുപോലെ പ്രവർത്തിക്കണമെന്നുമില്ല, മറ്റേതെങ്കിലും രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമാറിപ്പോയി എന്ന് വരാം. എന്തായാലും പ്രായം, സൗന്ദര്യം, ആരോഗ്യം അതൊന്നും പരിഹാസ വിഷയമാകാം, അല്ലെങ്കിൽ പരിഹാസത്തിന് വിഷയമാകേണ്ട ഒന്നുമല്ല. മനുഷ്യരെന്ന നിലയിൽ അത്രയെങ്കിലും സംസ്കാരം നമ്മളൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി പ്രകടിപ്പിക്കണം. ഈ ഉഷപൂജ കൊണ്ട് പോകാൻ മനസ്സിലാക്കുന്നത് അതാണ്. നിർത്തുന്നു. സ്നേഹം മാത്രം എല്ലാവരോടും. സന്തോഷം. ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പറ്റില്ല കേട്ടോ.
കേട്ടോ. ആ പുഷ്കരപുത്രനെ എങ്ങാനും പോങ്ങന്റെ കയ്യിൽ കിട്ടിയാൽ ശാന്തിവിള ദിനേശൻ സാർ പറയുന്നത് പോലെ ആയിരിക്കില്ല, അവനെ ഞാൻ 4 കാലിൽ നിർത്തി അവന്റെ 2 ചന്തിക്കും നല്ല നുള്ളു ഞാൻ നുള്ളും. ആ പുഷ്കരപുത്ര പരമനാറി, നിന്നെ പോയി ഇത്രയും വിഷം പിടിച്ചു എങ്ങനാടാ നീയൊക്കെ പരമനാറി. നിന്നെ തന്ത പെട്ടതാ, നിന്നെ തന്തയാണോ? നിന്നെ നിന്റെ തന്തയുടെ ആസനം വഴി പെട്ടതാണോടാ പുഷ്കരപുത്ര. ശാസ്താവ് ക്ഷമിച്ചോളൂ.